നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 2022 വേൾഡ് കപ്പിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ ഒരു ബ്രസീലിയൻ ആരാധകനും സഹിക്കുന്ന തരത്തിലുള്ളതല്ല. ടിറ്റ പടിയിറങ്ങിയ ശേഷം ബ്രസീലിന് എന്താണ് സംഭവിച്ചത്? റോമൻ മെനസസിനെ താൽക്കാലിക കോച്ചാക്കി, പിന്നെ ഫെർണാണ്ടോ ഡേവിസിനെ, അതുപോലെ ക്ലബിലെ കോച്ചും ദേശീയ ടീമിൻ്റെ കോച്ചും വല്ലാത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നല്ലോ അത്. ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ, ശരിയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ബ്രസീലിനെ കാലുറക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടിറ്റ നീണ്ട കാലം പരിശീലിപ്പിച്ച ടീമാണ്. ടിറ്റയുടെ കാലത്തുള്ള ബ്രസീലിൽ നിന്ന് താഴേക്ക് ഒരുപാട് പോയി ഇപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ തോറ്റത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണെന്ന കാര്യം മറക്കേണ്ട. അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ ബെൽജിയത്തോട് നിറഞ്ഞു കളിച്ചിട്ടും അവസാനം ദൗർഭാഗ്യം കൊണ്ട് തോറ്റു എന്ന് പറയാനുള്ളൂ. 2-1 തോൽവിയായിരുന്നു എന്നാണ് ഓർമ്മ ക്വാർട്ടർ ഫൈനലിൽ. എന്നാൽ ആ ഒരു നിലവാരത്തിലല്ല ഇപ്പോഴൊന്നും നമ്മൾ ബ്രസീലിനെ കാണുന്നത്. ടിറ്റ പടിയിറങ്ങിയ ശേഷമുള്ള ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ എത്രയെത്ര നാണക്കേടുകൾ, ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നാണക്കേടുകൾ നോക്കുക. ഇപ്പോൾ ഇന്നത്തെ കളി കോസ്റ്റാറിക്കയോട് ബ്രസീലിന് വിജയിക്കാൻ പറ്റിയില്ല. കോസ്റ്റാറിക്കയെ ബ്രസീലിനെ തോൽപ്പിക്കാൻ കഴിയാതെ പോകുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. 1960 ശേഷം ആദ്യമായിട്ടാണ് കോസ്റ്റാറിക്കയോട് ബ്രസീൽ വിജയിക്കാതെ കളിക്കളം വിടേണ്ടി വരുന്നത്. 9 കൺസിക്യൂട്ടീവ് വിക്ടറീസിന് ശേഷം, തുടർച്ചയായ 9 വിജയങ്ങൾക്ക് ശേഷം ഇന്ന് ബ്രസീൽ ആ ടീമിനോട് ജയിക്കാതെ കളിക്കളം വിട്ടു. കഴിഞ്ഞില്ലല്ലോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് സമനില പിടിച്ചില്ലേ നേരത്തെ? സന്നാഹ മത്സരത്തിന്റെ സമയം നോക്കിയാൽ മതി. 1998 ശേഷം ആദ്യമായിട്ടാണ് USA ബ്രസീലിന് വിജയിക്കാൻ കഴിയാതെ പോകുന്നത്. 11 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിട്ട് ഇപ്പൊ അതങ്ങ് കൊണ്ടുപോയി കളഞ്ഞു. നോക്കുക, വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ എന്താ സംഭവിച്ചത്? വേഴ്സ്റ്റ് സ്റ്റാർട്ടാണ്. ബ്രസീലിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം സ്റ്റാർട്ടാണ് ഇപ്പോൾ ലഭിച്ചത്. വേൾഡ് കപ്പ് ക്വാളിഫയർ 2026 വേൾഡ് കപ്പിന്റെ ക്വാളിഫയറിൽ ബ്രസീൽ ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ 6ാം സ്ഥാനത്താണ്. 6 കളികൾ കളിച്ച ബ്രസീലിനുള്ളത് 7 പോയിന്റ് മാത്രം. പിന്നെ നോക്കുക, 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ക്വാളിഫയറിൽ ബ്രസീൽ തോറ്റു. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇതും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. 2023 ശേഷമുള്ള ഇങ്ങോട്ടുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞില്ല. ലോസ്റ്റ് ക്വാളിഫയിങ് ഗെയിം ആസ് ഹോം ടീം ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വന്തം മണ്ണിൽ ബ്രസീൽ വേൾഡ് കപ്പ് ക്വാളിഫയർ തോറ്റതും ഈ ഒരു കാലയളവിലാണ്. കൊളംബിയയോട് വേൾഡ് കപ്പ് ക്വാളിഫയർ തോൽക്കുന്നു, അതും ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. ഉറുഗ്വായോട് 2021 ശേഷം ആദ്യമായിട്ട് തോൽക്കുന്ന കാഴ്ചയും നമ്മൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കണ്ടു. 4 ഗോളുകൾ ഒറ്റക്കളിയിൽ ബ്രസീൽ കൺസീഡ് ചെയ്യുന്നു. 7-1 ജർമ്മനിയോട് 2014 തോറ്റതിന് ശേഷം പിന്നെ ഒരിക്കലും ബ്രസീൽ അങ്ങനെ 4 ഗോളുകളൊന്നും വഴങ്ങിയിട്ടില്ല. സെനഗലിനോട് നമ്മൾ കണ്ടല്ലോ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സൗഹൃദ മത്സരത്തിൽ 1-ൽ അത്തരത്തിൽ വഴങ്ങേണ്ട അവസ്ഥ. അപ്പോൾ നാണക്കേടിന്റെ പടുകുഴിയിലേക്കാണ് കാനറികൾ ഇപ്പോൾ വീണുപോയിരിക്കുന്നത്. ഇതൊരു ബ്രസീലിയൻ ആരാധകനും സഹിക്കാവുന്നതല്ല. ബ്രസീലിയൻ ഫുട്ബോളിന്റെ മാസ്മരികതയും മനോഹാരിതയും അതിന്റെ ചന്തവും കണ്ടതിനെ ഇഷ്ടപ്പെട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഓരോ ആരാധകനും ഇതല്ലേ ആഗ്രഹിക്കുന്നത്? ആ മാജിക്ക് തിരികെ വരണം. അതിനുവേണ്ടി സർവം സമർപ്പിച്ച് താരങ്ങൾ കളിക്കളത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് പറ്റു. കോസ്റ്റാറിക്കയോട് സമനില ഇവിടെ തീരുന്നില്ല. ടൂർണമെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഗ്രൂപ്പ് അല്പം ടഫാണ്. ആ കാര്യം അറിഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരികെ വന്നില്ലെങ്കിൽ വീണ്ടും ഒരു നാണക്കേടിലേക്കായിരിക്കും പോക്ക്. ഡൊറിവാൾ ജൂനിയർക്കും സ്ഥാനം ഒട്ടും ഉറപ്പല്ല, ഒട്ടും അദ്ദേഹത്തിന്റെ സ്ഥാനം സ്ഥിരവുമല്ല. അതുകൊണ്ട് അത് വേണമെങ്കിൽ തിരികെ ബ്രസീൽ പറന്നു വരേണ്ടതുണ്ട്. ആ കാനറി കിളികൾ ചിറകടിച്ച് പറന്നു വരേണ്ടതുണ്ട്. കപ്പും കൊത്തി റിയോ ഡി ജനീറോയിലേക്ക് പറക്കേണ്ടതുണ്ട്. അത് സാധിക്കുമോ? ഈ കോപ്പയിലെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ അതിനുള്ള സാധ്യത വിരളമാണെന്നേ പറയാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.